കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമേഠിക്ക് പുറമെ വയനാട്ടിലും മത്സരിക്കുമെന്ന വിവരം കേരള ജനത മൊത്തത്തിൽ തന്നെ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഉന്നത നേതാക്കളടക്കം വളരെയധികം ആഹ്ലാദത്തിലാണ്. അമേഠി കൂടാതെ രണ്ടാം മണ്ഡലം എന്ന നിലയിലാണ് വയനാട് പാർലമെന്റ് മണ്ഡലം കൂടി തിരഞ്ഞെടുത്തത്. കർണാടകയിലെ 2 മണ്ഡലവും വയനാടുമാണ് AICCയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. AK ആന്റണിയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലം കൂടിയാണ് വയനാട്. അതുകൊണ്ട് തന്നെയാണ് വയനാടിനെ പരിഗണിച്ചതെന്നും ആന്റണി പറഞ്ഞു. എന്നാൽ അമേഠിയാണ് രാഹുലിന്റെ പ്രവർത്തന മണ്ഡലമെന്ന് കോൺഗ്രസ് വക്താവ് സുർജൻവാല പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും ടി സിദ്ദിഖ് പ്രതികരിച്ചു. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം BJPക്കും ഇടതുപക്ഷത്തിനുമെതിരായ സർജിക്കൽ സ്ട്രൈക്കാണെന്നും സിദ്ദിഖ് പറഞ്ഞു. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ 20 സീറ്റും നേടി വിജയിക്കാൻ UDFനെ സഹായിക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. നേരത്തെ ടി സിദ്ദിഖിനെയാണ് വയനാട്ടിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ രാഹുൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന വന്നതോടെ സിദ്ദിഖ് പിന്മാറുകയായിരുന്നു. കോൺഗ്രസിന് 100% വിജയസാധ്യതയുള്ള രാജ്യത്തെ തന്നെ ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട്. ഐ ഗ്രൂപ്പിന്റെ സീറ്റായ വയനാടിനു വേണ്ടി ഇത്തവണ കോൺഗ്രസിൽ വൻ ഗ്രൂപ്പ് തർക്കമാണ് ഉടലെടുത്തത്. ടി സിദ്ദിഖിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമായിരുന്നു എ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത്. സിദ്ദിഖിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ ചെന്നിത്തലയും ഐ ഗ്രൂപ്പും അസംതൃപ്തരായിരുന്നു. ഇതിനിടെയാണ് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സ്വാഗതം ചെയ്ത് വയനാട് DCC പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞുവെന്നും DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഏറെ സന്തോഷവും അഭിമാനവുമുള്ള ദിവസമെന്ന് ടി സിദ്ദിഖും പറഞ്ഞു. ഇത് BJPക്കും CPMനുമെതിരായ സർജിക്കൽ സ്ട്രൈക്കാണെന്നും കേരളത്തിന് അഭിമാന മുഹൂർത്തമാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കും. സ്ഥാനാർത്ഥിത്വം ഡൽഹിയിൽ പ്രഖ്യാപിച്ചത് AK ആന്റണിയാണ്. വയനാട് രാഹുലിനെ ഏറ്റവും അനുയോജ്യമായ മണ്ഡലമെന്ന് വിലയിരുത്തുന്നെന്നും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് AK ആന്റണി പറഞ്ഞു. അതേസമയം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ശക്തമായ സമ്മർദ്ദം ഇടതുപക്ഷം ചെലുത്തിയിരുന്നു. മതേതര മുന്നണികൾ സഖ്യകക്ഷിയായ ഇടതു പാർട്ടികൾക്കെതിരെ മത്സരിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാട്. അതേസമയം രാഹുൽ ഗാന്ധി അല്ല ആര് വന്നാലും ഇടതുപക്ഷം പരാജയപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. എന്നാൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും പിണറായി പറഞ്ഞു.